മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലീഗാമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുറത്തോട്ടൊരു ശ്രദ്ധ വേല കേട്ടോ. 40 ഷീറ്റ് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ നായ്ക്കളുടെ ശല്യമാണല്ലോ കർത്താവേ നയിക്കാൻ മേലാത്തത്. ഗേറ്റ് അടച്ചായിരുന്നോടി. സകല വിശുദ്ധന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭദ്രാസകത്തുണ്ടടാ. എന്നതാണ് വെട്ടിക്കൊല്ലും ഞാൻ. ഇത്താൻ പറയില്ല ഗീവർഗീസാ. കുതിരപ്പുറത്താണോടി. വെള്ളമടിച്ചു പാമ്പായിട്ട് വരുവാ. ആരെ കൊല്ലാനുള്ള വരവാടി. നിങ്ങളെ അല്ലാതാരെയാ? ദുർഗാരൂപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീ ആ വാതിലങ്ങോട്ട് ചാരിയേരടി. എന്നിട്ട് നീ ഒരു ഷോർട്ട് ബ്രേക്ക് അങ്ങെടുത്തു. ഈ താന്തറയിലെ ഗീവർഗീസിനെ ഒന്ന് ശാന്തനാക്ക്. നിങ്ങളെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു വരുന്നവനെ ഞാൻ എങ്ങനെ ശാന്തനാക്കാനാ? വാതിൽ ചാരടി. അവൻ എന്നെ വെട്ടിക്കൊന്നാലോ? നീ പേടിക്കല്ല. കുടുംബക്കല്ലറ കെട്ടിയിട്ടേക്കുവാ. നിന്നെ അതിനകത്ത് അടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കർമ്മല്ല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്നമ്മോ എന്നങ്ങോട്ട് നോക്കണേ. കർത്താവേ, ഇത് ഞാനെ കൊണ്ട് തോറ്റു. അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഭദ്രാസന്ധി എന്നതാണ് കൊല്ലുന്നയാളെ. ആദ്യ പിതാവ് അബ്രഹാമിന്റെ പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അയാളെ കൊല്ലും. എന്നതാണ് ആ മൂപ്പിന്റെ കയ്യിലിരിപ്പതില്ല. എന്നെ പോലീസിൽ പിടിപ്പിച്ചു. അവരെന്നെ കുനിഞ്ഞു നിർത്തി കൂമ്പിലിടിച്ചു. നിന്റെ കൂമ്പ് പുതുക്കത്തിരിക്കുകയാണ്. വല്ല വെച്ച് പോലീസിന്റെ ഇടി മേടിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ കൃപ കൊണ്ട് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കുനിച്ചു നിർത്തി കൂമ്പിലിടിക്കുമ്പോ അവര് കാലുകെട്ടി നെഞ്ചിലിട്ടൊരു താങ്ങും. എന്റെ കർത്താവേ, നിന്നെ പോലീസ് പിടിച്ചതിന് ഇവിടെ വന്ന് ഈ മൂപ്പിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടാ? എന്നതാണ് അത്? കാണക്കാൻ ആരാന്ന ഈ മൂപ്പിന്ന്? ഞാൻ ആരാന്ന? എന്റെ അപ്പനാരാന്ന? നിനക്ക് നിശ്ചയമില്ലാത്ത കാര്യം എന്നോട് എന്നാത്തിനാണ് ചോദിക്കുന്നത്? എന്നതാണ് ഇത്താന്തറയിലെ റപ്പായി? ആമേ. എന്റെ അപ്പന്റെ അപ്പനാരാന്ന? ഇത്താന്തറയിലെ ജേറപ്പായി? ആമേ. അങ്ങേര് ഈ പത്രോസും ചേട്ടത്തിയർത്തി മക്കളാ? ആമേ. എന്നെ പോലീസിൽ പിടിപ്പിച്ചിട്ട് അങ്ങാരകത്ത് ദൈവത്തെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദൈവം കേൾക്കരാ. വിശുദ്ധ പത്രോസ് പണമിടപാട് സ്ഥാപനം. പത്രോസ് ശ്രീകാരുടെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ കീഴിൽ പിശാച് കയറിയിരുന്ന് നാട്ടുകാരെ മുഴുവൻ വലിപ്പിക്കുക. അയാളെ ഇന്ന് ഞാൻ ഈശോയും മിശിഹായും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ ഇയാളെന്റെ ശത്രുവാ. അതൊരു ചോദ്യമാ. 10-60 വർഷം എന്റെ കൂടെ കഴിഞ്ഞവളാ ഇവള്. നീ അവളോട് ചോദ്യമോ? കിഴക്കല്ല സംശയത്തിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുവരുവേ. ഇയാളൊരു മനുഷ്യനാണോ? അത് ഒരു ചോദ്യമാ. കള്ളം കുടിച്ചോണ്ട് വന്ന് വെളിവുകൾ വിളിച്ച് പറയുന്നത് കരുതി. എടാ കുഞ്ഞേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാ. മന്ത്രിതല കമ്മീഷന്റെ പ്രസിഡന്റ് കുടിയമ്മയുടെ വെള്ളം മുടക്കാനായിട്ട്. അല്ല, നിനക്കിപ്പോ എന്തോ വേണം? ഇയാളെ വെട്ടിക്കൊല്ലാമെന്നാണ്. അതിന് നീ എന്തിനാണ് മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത്? വിളിക്ക് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല പിന്നെ അന്നമ്മോ, ആ പന്നി ഒരു തീപതും പാട്ടുകപ്പ വേച്ച് നോക്കോട്ടെ എടുത്ത് കൊടുക്കണി. നിന്നാക്കി വാട്ടന്റെ നാടകം ഇയാളെ മൂപ്പിന്ന് ചത്തു പോയതുകൊണ്ടാണ് നിനക്ക് തരാൻ പറഞ്ഞത്.
നിങ്ങൾ എന്നാത്തിനാ അവരെ പോലീസിൽ പിടിപ്പിച്ചേ? 10 ഏക്കർ റബ്ബറാ ഇവര് വെട്ടാൻ ഞാൻ പാട്ടത്തിന് കൊടുത്ത്. പാട്ടക്കാരൻ ചോദിക്കുമ്പോ മസില് വരച്ച് കാണിക്കുന്നു, കൈകുത്തി കാണിക്കുന്നു. റബ്ബറിന് വില കുറഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ? അല്ല, അതെന്റെ കുറ്റമാണോ ജുബാബ്? ഒരു ബിസിനസ് ആകുമ്പോ നട്ടം വന്ന ഇരുകൂട്ടം സഹിക്കണം. ഇല്ല, നമ്മള് തമ്മിലുള്ള ഒരു കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. ഉണ്ടാണ് എന്റെ കുറ്റേ. മന്ത്രിയുടെ ബന്ധുവിനെ പാട്ടക്കാരൻ കുത്തിക്കൊന്നു. എപ്പോ? മൂപ്പിന്ന് പത്രം വായിച്ചില്ലായിരുന്നു. ബുദ്ധിയുള്ള ഒരു പത്രം വായിക്കത്തില്ലതാവേ. അന്നമ്മോ, ഇവിടെ പത്രം വരുത്താത്ത എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഓടിയാനായി റബ്ബർ ഇങ്ങനെ കൊണ്ട് വില കുറയുന്നത് ഞാൻ കരുതിയോ? റബ്ബറിന്റെ പാർട്ടിക്കാരോട് ചെന്ന് പറയാനാ. ചുമക്കുന്ന മന്ത്രിയും കുരയ്ക്കുന്ന വിപ്പും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ. ഇയാള് കൊള്ളപ്പലിശക്ക് പണം കടം കൊടുത്തോണ്ട് വിട്ടിരുന്നോ? ഓപ്പറേഷൻ കുബേര എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലേഡുകാരെ പിടിക്കാനായിട്ട് പോലീസ് മന്ത്രി ഏർപ്പെടുത്തിയ പുതിയ പണിയാ. കൊള്ളപ്പലിശക്കാരെ അകത്താക്കാനായി മൂപ്പിലാണ് ഞാൻ അകത്തെ കേട്ടും. നീ പുളുത്തും. അതാ കൊച്ചനെ, ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഓരോരോ വേലകളല്ലേടാവേ. 1 കണക്ക് രൂപയുടെ പരസ്യം കൊടുത്ത് കൊശമറ്റംകാരും മണപ്പുറംകാരും മുത്തൂറ്റുകാരും ഒക്കെ ഈ രാജ്യത്ത് ബ്ലേഡ് കമ്പനി നടത്തുക. അവരുടെ ആരുടെയെങ്കിലും ഒരു രോമത്തെ തൊടാൻ ഇവനൊക്കെ ധൈര്യം കൊണ്ടോ? ഇവനെ അറിയും. എന്തിന്? സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എന്ന ബ്ലേഡ് കമ്പനി ആദ്യം പൂട്ടിക്കട. വീടുകാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമ്പറ്റ കൂടി അവരുടെ തോളെ കൈവിട്ട് നടന്നിട്ട് അവന്റെയൊക്കെ ഒരു ഓപ്പറേഷൻ എന്നതാണ് ഇതൊക്കെ ഉടായി പാടാവേ. പിന്നെ നീ വാട്ടക്കാശ് കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ അടുത്ത പണി ഞാൻ നോക്കും. പൊക്കോളം കാശിന്റെ കാര്യത്തിൽ ബന്ധമൊന്നുമില്ല. എനിക്കല്ല കാശാ വലുത്. 15 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ നാട്ടിൽ കൊണ്ടുവന്ന് മുടക്കിയത്. റബ്ബറിന് വില കുറഞ്ഞപ്പോ എല്ലാം തകർന്നു. ഇനിയിപ്പോ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഇയാൾ പോലീസിനെ ഞാൻ എന്താ വേണമെന്ന് ഇയാൾ പറയുന്നത്? ആത്മഹത്യ ചെയ്യണം. കർഷകന്റെ അധ്വാനത്തിന് വിലയില്ല, അവന്റെ ഉത്പന്നങ്ങൾക്ക് വിലയില്ല, അവന്റെ ജീവിതത്തിന് വിലയില്ല. ഇടനിലക്കാർക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും മാത്രമേ ജീവിക്കാൻ ഒക്കുന്നായി. മക്കളെ പഠിപ്പിക്കണം, കെട്ടിച്ചയക്കണം. അവർ ചത്താലും കൊന്നാലും അത് അവരോട് ചെയ്യുന്ന ചതിയ. എന്നെ പോലീസ് പിടിപ്പിച്ച് ഇയാൾക്ക് കോണം പിടിക്കോ? എന്തോ താൻ ചത്താലും ഞാൻ ഈ പണി കിടക്കത്തോളൂ. ഇത്ര എനിക്ക് ഈ പറയുന്ന അല്ല. പിന്നെ അന്നമ്മോ, ഞാൻ ചത്താൽ അവൻ വരത്തില്ലെന്ന്. നിനക്ക് 1 ഗ്ലാസ് ചായയും 2 ബിസ്ക്കറ്റ് വന്ന് ലാഭവാ. കഴിഞ്ഞു. കുടിയിലോട്ട് കാലം നീട്ടിയിരിക്കുക. മനുഷ്യനെ പറ്റിച്ച് ഇനിയും ഉണ്ടാക്കി ആർക്ക് കൊടുക്കാനാ? ഒരു മോനുള്ളതിനെ ഭിത്തിയിൽ മാലയിട്ട് ഇരുത്തേണ്ടി വന്നത് ഇയാളുടെ കയ്യിൽ ഇരിപ്പുകൊണ്ടാ. കന്നത്തരം പറയുന്നതിന് ഒരു പരിധി കൊണ്ട് കേട്ടോ. എനിക്കെന്നെ കൊച്ചുകാലുണ്ടടി. അവന് പാവം കണ്ട പൊന്നരച്ചും പിടിച്ചു പറിച്ചുണ്ടാക്കിയതൊന്നും വേണ്ട. പ്രാർത്ഥന മുറി കൊണ്ട് വച്ചേക്കും ആ കനകമല്ല. എന്നെ പോലും അതിനകത്ത് കയറ്റിയേല. എന്നിട്ട് അതിനകത്ത് കയറിയെന്ന് പ്രാർത്ഥിച്ചാലും മതി. ഇനി ബുദ്ധിയുള്ളവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ കരുതി വെക്കൂ. പിന്നെ ദീർഘം വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ പേരിൽ ആരുടെയും കണ്ണീര് കരുതലും വാങ്ങരുത് നിങ്ങളാ. കൊച്ചന് ഗതി പിടിക്കുകയല്ല. എടീ, ഞാൻ ജനിക്കപ്പോ എന്റെ അപ്പ തുടങ്ങിയ ബിസിനസ്സാ. ഞാനായിട്ട് നിർത്തത്തില്ല. എന്റെ കാലം ചേട്ടൻ നീ അങ്ങ് നിർത്തിക്കോ. അല്ല പിന്നെ ചെറുക്കനെ ഇങ്ങനെ നിർത്തിയാ മതിയോ? അവന് കെട്ടുപ്രായത്തെ കച്ചടി. അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട് ഈ നാട്ടിൽ, എന്റെ ക്ലാര കൊച്ച്. അപ്പനും അമ്മ അമേരിക്ക ഡാക്ടർമാരാ. അവർക്ക് വേറെ ചെറുക്കനെ കിട്ടാഞ്ഞിട്ടാണോ? പെൺകൊച്ചിന് അവനോട് ഒരു തോന്നി. അവനും താല്പര്യമാ. അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വരും. വന്നിന്ന് ഇതിനൊരു തീരുമാനമെടുക്കണം. ഇതിങ്ങനെ വീട്ടിൽ കൊണ്ട് പോയാ കാര്യം നടക്കൂ. അല്ല പിന്നെ എന്താടാ? അയ്യോ, താക്കോൽ എന്റെ
പണം എന്റെ ഗോപാല 10 കായ എടുക്കാനില്ല ഇവിടെ. നാളെയൊക്കെ കഞ്ഞി വെക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കുക. ഞാൻ ഇവള് വെറുതെ വേണ്ട, പിന്നെ ഇതെടുത്തോണ്ട് കാശും തന്നാട്ടെ. സ്വർണ്ണമാണോട് അതെ, വിശ്വസിക്കാൻ കൊള്ളത്തില്ലടാ. അടിക്കടിക്ക് വില ഇറങ്ങി പോവുക. സ്വർണ്ണപ്പണയം എടുത്ത് പാവങ്ങളെ കൊന്ന് സഹായിക്കാന്ന് വെച്ചാ സമ്മതിക്കത്തില്ലടാവേ. കല്യാണം മോതിരവാ അല്ലേ? വഴക്കമുണ്ടല്ലോടാ. ചാണക്കല്ലെ ചോദിച്ച് മൊത്തം അങ്ങ് എടുക്കുവാണോ? മാറ്റി നോക്കണ്ടടാവേ. ഇന്നാളൊരു പണി കിട്ടിയതാ. ഇത് മതി. അതിനെന്ത് കിട്ടുമോ അതിന് തന്നാട്ടോ. നീ എനിക്ക് ഞാൻ എടുത്തോണ്ട് പുറകിലൊരു ചക്കയും 4 തേങ്ങയും കിടപ്പുണ്ട്. പോകുമ്പോൾ എടുത്തോണ്ട് പറ്റോ. മൂപ്പിലെ കാലണ്ട ചക്ക മൊത്തം പൊഴിഞ്ഞു പോകുവാ. 1-2 പാണ്ടിക്കാര് വന്ന് വില പറഞ്ഞതാ. കുറഞ്ഞു പോയി കലകം കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തിയതാ. ചില ജന്മങ്ങൾ ഇങ്ങനെ. എന്നെപ്പറ്റി അഭിപ്രായം പറയുക അല്ലേ? എന്റെ കണ്ണ് തെറ്റി അപ്പോഴെന്നെ പൂഴ്ത്താൻ തുടങ്ങും അവള്. പോവാല്ലേ? പരമാവധി 3 മാസത്തിനകം എടുക്കണം. ഇല്ല മുതലങ്ങ് പോകൂടാവേ. 10 മാസം ഇങ്ങനെ ഒരു കടയിൽ തുറന്ന് വെച്ചിരിക്കുന്ന കൊണ്ട് നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ ഗോവാലിൽ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എന്നാന്ന് വെച്ചാ അങ്ങോട്ട് മേടിച്ചു കൊടുക്കും. ചെല്ലു ചെല്ലു ഗോവാലോ. ദൈവത്തെ വിളിക്കുമ്പോ ഈ പാവപ്പെട്ടവന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കല കേട്ടോ. വലിയ കഷ്ടപാടാവൂ ആണെന്ന് ചെല്ലു വടിഞ്ഞിതാ. എന്നിട്ട് നിന്റെ അപ്പം നേരത്തെ അങ്ങ് ചത്തല്ലോ. പണിയെടുത്ത് ജീവിക്കുന്നൊന്നും ഒരു തെറ്റല്ല. ഈ 75-ാമത്തെ വയസ്സിലും നിങ്ങൾ വയറുപോലെ ഓടി നടക്കുന്നത് എന്നെ ബാക്കിയുള്ളൂ നിന്നെ അന്വേഷിച്ചത് കൊണ്ട്. എമ്പക്കുളത്ത് താറാവ് കൃഷി നടത്തിയ നിന്റെ അപ്പ പാപ്പി എന്നാ മുട്ട ഉണ്ടാക്കി. ഞാമെന്ന് കെട്ടിയില്ലായിരുന്നേ കാണായിരുന്നു. വല്ല ഊന്നുവള്ളക്കാരുടെ കൂടെ പോകുന്നത് അല്ല. പിന്നെ ഇപ്പൊ അടൂർ ഭവാനിയെ പോലെ ഇത് ഞാൻ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ വല്യപ്പച്ച പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പെണ്ണെ നിന്നെ കാണാൻ അങ്ങ് കിഴക്കൻ മലയെന്നൊരു മുള്ളം പന്നി വന്നിരിക്കുവാന്ന്. ബാക്കിയുള്ളവളെ കണ്ടപ്പോ വെടിയൊന്ന വന്നേ പോലെ വായും തുറന്നിരിക്കുവാ. ബ്രോക്കറോടും എന്റെ അപ്പനോടും പറഞ്ഞത് എന്നതാ? പാപ്പിച്ചായ എനിക്ക് 10 കാശ് വേണ്ട, പെങ്കൊച്ചിന് മാത്രം മതിയെന്നാ. പ്രേമസീർന്ന സ്വപ്നം കണ്ടോണ്ടിരുന്ന ഞാനാ മാർഗവാസിയെ പുല്ലുന്ന നിങ്ങളെ കെട്ടിയത്. ഞാൻ പകലോ മറ്റ കുടുംബക്കാരനാ. പണ്ട് തോമാത്തിലേക്കാ വന്ന് കുറെ നമ്പൂതിരിമാരെയൊക്കെ മാമോദീസാ മുക്കിയില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നമ്പൂതിരി കുടുംബത്തെ കെട്ടിക്കൊണ്ടുവന്ന് കൂടെ കറണ്ടോ വെട്ടോ ഉണ്ടോ? അത് ഇടക്കിടക്ക് ഇപ്പോഴും ഇല്ല. അറപ്പുരയിൽ ഇരുട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളെ കുറുക്കനാണെന്ന് തെറ്റിദ്ധരിച്ച ഞാൻ ഒലക്കടിച്ചത് മറക്കരുത് കേട്ടോ. അന്ന് നിങ്ങളുടെ അപ്പം പറഞ്ഞത് എന്നതാ? പെണ്ണിന്റെ കുഴപ്പമല്ല, നിന്നെ കണ്ടാൽ ആരും അങ്ങനെ കരുതത്തോളന്നാ. ഒരു നമ്പൂരി താഴ്പ്പന്മാര് കണ്ടെത്തും മരമേ കൊണ്ട് വെച്ചിരുന്ന അമേരിക്കൻ മാവ് പാൽപ്പടിയാന്നും പറഞ്ഞ് കോരി തന്നപ്പം പട്ടിണിക്കാര് കൊണ്ട് കലക്കി കുടിച്ച് പള്ളിയിൽ കൂടിയ നീയൊക്കെ എന്നോട് ഇത് പറയണം. അയ്യേ അതൊക്കെ എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒലക്കെ കടിക്കാനും പോരാ, ഞാൻ മുള്ളം പന്നി കളക്കന് നീ കൂടെ മറ്റ് കേട്ടുവല്ലോ. ഇതൊക്കെ ഞാൻ ഓക്കെ കലക്കി തരും. പിന്നല്ല